ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് നമ്മൾ നാളെ തിരിച്ച് നാട്ടിലേക്ക് പോകുവാണ് കേട്ടോ. നമ്മുടെ ഡോക്ടറിനൊന്ന് കാണണമെന്ന് പറഞ്ഞായിരുന്നു. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മേടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽത്ത് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഷോപ്പിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പാപ്പിയുടെ ഫ്രണ്ട് വിളിച്ചിട്ട് അങ്ങോട്ടും ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അത്യാവശ്യം ലേറ്റായിട്ട് തന്നെയാണ് റൂമിൽ വന്നത്. ഒരാൾ ഇവിടെ ഉറക്കം തൂങ്ങി ഇരിപ്പുണ്ട്. അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇങ്ങോട്ട് വരുമ്പം വീഡിയോ എടുക്കാനുള്ളൊരു മൂടൊന്നും ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഇല്ല. അതുകൊണ്ട് വീഡിയോസ് കുറവായിരിക്കും. പിന്നെ വന്നില്ലെങ്കിൽ വന്നില്ല എന്നുള്ള പക്ഷേ നമ്മൾ വന്നിട്ട് പോകുമ്പം ഒരിടങ്ങറാണ്. പെട്ടെന്നൊരു മാസം പോയി. അപ്പോൾ ഇന്ന് നമുക്ക് ഉച്ചക്കാണ് ഫ്ലൈറ്റ്. ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങണം. അഞ്ചത് കുളിച്ച് ഫ്രഷായി സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ പോയി. അപ്പോൾ അങ്ങനെ ബാക്ക് ടു കേരള. അപ്പം അവളുമാർ ഹാപ്പി ആയിരിക്കും. അവളുമാരവിടെ വൈകുന്നേരം നാട്ടിൽ ഒരു 7-8 മണിയൊക്കെ ആവും എത്തുമ്പം. അവളുമാർ അവിടെ കാണും, എയർപോർട്ടിലുണ്ടാവും. അപ്പം വീഡിയോ എടുക്കാനൊരു മൂഡില്ല. ഞങ്ങളിപ്പം ഇന്നലെ നല്ല ലേറ്റായി വന്ന് കിടന്നപ്പോൾ എല്ലാം കഴിഞ്ഞ് പാക്കിങ്ങും എല്ലാം കഴിഞ്ഞ് കിടന്നപ്പോൾ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയി. ഇപ്പോൾ ഇവിടെ ഒരു 7-8 മണി ആയിട്ടുണ്ട്. 3 മണിക്ക് കിടന്ന് 6:30 എണീറ്റു. അപ്പം കിറങ്ങിയിരിക്കും മുഖമൊക്കെ. അപ്പോൾ ഗൈസ് ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നമ്മൾ എയർപോർട്ടിലോട്ട് പോകാൻ ഇറങ്ങി. ഇഷക്ക് നല്ല ടെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇന്നലത്തെ ടീം മ്ലാനതയാണ്. കാണാതിരിക്കുന്നതിലും ഇടങ്ങേറാണ് കേട്ടോ കണ്ടിട്ട് പോകുമ്പോൾ. ഇങ്ങനെ കാണുന്നതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചോദിക്കണം പറയണമെന്നൊരു ഐഡിയ ഇല്ല ഗൈസ്. അങ്ങനെ നമ്മളൊരു 8:30 ആയപ്പോഴത്തേക്ക് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ. നമുക്ക് 12 മണിക്കാണ് കേട്ടോ ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ ഒരു 11 മണി 10:30 ആകാറായപ്പോഴത്തേക്കും നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 10:30 അല്ല 10 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എയർപോർട്ട് റോഡ് ഇങ്ങനെ കയറുമ്പോൾ നെഞ്ചിങ്ങനെ പട വടയെന്ന് ഇടിക്കുന്നുണ്ട് കേട്ടോ. കാരണം നല്ല ടെൻഷനുണ്ട്. വണ്ടിയിൽ ഇരിക്കുമ്പോൾ തൊട്ട് ഇനി പ്രസവിക്കാൻ എത്രയുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ ഇഷ. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ട് കയറാനാണ് ആളുടെ ഓർഡർ. കാരണം ഇങ്ങനെ വന്നിട്ട് പോയപ്പോൾ ഒന്നും കൂടെ നല്ല ഇടങ്ങേറ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. വാപ്പി നമ്മൾ ഇറക്കിയിട്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പോയി. അപ്പോൾ അതെ നമ്മൾ പോകുന്ന ഫ്ലൈറ്റ് ആണ് കേട്ടോ. 12 മണിക്ക് നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിനായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. എമിഗ്രേഷൻ കഴിഞ്ഞ് പിന്നെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വെള്ളത്തിന് പോലും നല്ല റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് 1 റിയാലിന് നമ്മൾ കോയിൻ ഇട്ടിട്ട് വെള്ളം എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ എയർപോർട്ടിലെ പോലെയല്ല. ഇവിടെ ബോർഡിംഗ് പാസ് കിട്ടുന്നവരെ നമുക്ക് ഉള്ളിൽ കയറാൻ കേട്ടോ, കൂടെ വരുന്നവർക്ക്. അങ്ങനെ വാപ്പി നമുക്ക് ബോർഡിംഗ് പാസ് ഒക്കെ എടുത്ത് തന്നിട്ട് നമ്മൾ നേരെ ഗേറ്റ് നമ്പർ 26 ആണ് കിട്ടിയത്. അപ്പം അങ്ങോട്ട് പോകുവാണ് കേട്ടോ. നമ്മുടെ ചെക്കിനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗേറ്റ് നമ്പറിലോട്ട് 26 നമ്മുടെ കംപ്ലീറ്റ് പ്രോസസ് കഴിഞ്ഞ് ബോർഡിംഗ് പാസ് കിട്ടി. അപ്പോൾ ഗൈസ് ഇത് ആ അറ്റത്താണ് കേട്ടോ നമുക്ക് ചെല്ലേണ്ടത്. നമ്മൾ കുറേ നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് ബോർഡിംഗ് പാസ് ഒക്കെ കയ്യിൽ കിട്ടി. അങ്ങനെ നമ്മൾ അവിടെ പോയി വെയിറ്റ് ചെയ്തിരിക്കണം. ചെക്കിംഗ് ടൈം നമുക്ക് 12 മണിയാണ് ഗൈസ്. ഇപ്പോൾ ടൈം വന്നിട്ട് 11 മണി ആവാറായിട്ടുള്ളൂ കേട്ടോ. അൻഷാം വാപ്പിയും പോയാന്നൊരറിവില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ സിമ്മും ഇല്ലാത്തതുകൊണ്ട് വിളിക്കാൻ വഴിയില്ല. അവിടുന്ന് ഒരാളുടെ ഹോസ്റ്റ് നൈസായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ അവരെ വിളിച്ച് കുറച്ച് നേരം സംസാരിച്ചു കേട്ടോ. അവർ നമ്മളാക്കിയിട്ട് റിട്ടേൺ പൊക്കോണ്ടിരിക്കുകയാണ്. കാരണം 2 പേർക്കും ഡ്യൂട്ടിക്ക് പോകണം ഗൈസ്. അപ്പോൾ പുറത്തുനിന്ന് കോഫി കുടിക്കാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ടൈം കിട്ടാത്തതുകൊണ്ട് നമ്മൾ നേരെ ഉള്ളിൽ കയറുക ചെയ്തത്. അപ്പം ഞാൻ സ്റ്റാർബക്സിൽ നിന്ന് ഒരു നോർമൽ കോഫി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ 2 റിയാലിന്റെ ജ്യൂസ് ഉണ്ട്. അങ്ങനെ അതും മേടിച്ച് നേരെ അങ്ങോട്ട് പോവാണ്. നമ്മൾ അമ്മേൻ്റെ അടുത്തോട്ട് പോകുകയാണ് ഗൈസ്. 12 മണി വരെ പോസ്റ്റ് ഉണ്ട് ഇവിടെ. 12 മണി കഴിഞ്ഞ് 12:30 ഫ്ലൈറ്റ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ വന്ന സമയം 10 മണി കഴിഞ്ഞിട്ടുള്ളൂ. 10:30. ടൈം ഇനിയുമുണ്ട്. സ്റ്റാർബക്സ്. അപ്പം ഞാൻ അത്യാവശ്യം ലേറ്റ് ആയിട്ടാണ് കോഫിയൊക്കെ മേടിച്ച് പയ്യെ ഉമ്മയെടുത്തോട്ട് പോയത്. കാരണം അവിടെ അത്രയും നേരം വെറുതെ ഇരിക്കണ്ടേന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ടൈം ആയിട്ടുണ്ടായിരുന്നു. അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേഗം ഉമ്മയെടുത്തോട്ട് ചെന്നിട്ട് നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ താഴത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെക്കിങ്ങിൻ്റെ ടൈമായി. അങ്ങനെ ചെക്കിൻ ചെയ്യാൻ നേരെ താഴത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയ്യിൽ കുറച്ച് സ്നാക്സും കാര്യങ്ങളും കൊണ്ടുപോകുന്നുണ്ട് ഗൈസ്. കാരണം ഫ്ലൈറ്റിൽ ഫുഡില്ല. നമുക്ക് കയറേണ്ട അലാറമാണ് കേട്ടോ ഈ അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കയറുന്ന വരെ എല്ലാവരും കയറുന്നവരെ അതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും.
അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾക്ക് പോകേണ്ട ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ നടക്കുവാണ് അതിൻ്റെ ഉള്ളിലോട്ട്. പക്ഷേ ഈ പ്രാവശ്യം തിരക്കൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് വന്നതിൻ്റെ പകുതി ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഫ്ലൈറ്റിൽ. അപ്പോൾ എനിക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടി. അപ്പം ഈ പ്രാവശ്യം നമ്മൾ ഒറ്റക്കല്ല, നമ്മുടെ ഇപ്പുറത്ത് ചങ്ങനാശ്ശേരിയിലുള്ളൊരു അങ്കിളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഫ്ലൈറ്റൊക്കെ കാലിയായിട്ട് കിടക്കുന്നു. അപ്പോൾ ഗൈസ് ഫ്ലൈറ്റ് എടുക്കാൻ ടൈമായി. അപ്പോൾ അവർ ബെൽറ്റ് ഇടുന്നതൊക്കെ കാണിച്ചിരുന്നുണ്ട്. നമുക്ക് ഫ്ലൈറ്റ് എടുത്തത് മാത്രമേ കണ്ണൂർന്ന് കാണാൻ പറ്റുള്ളൂ. ബാക്കി ടൈം ഫുള്ള് നമ്മൾ ഉറക്കമായിരുന്നു കേട്ടോ. നല്ല ടയേർഡായിട്ട് തന്നെ ഫ്ലൈറ്റ് എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇനി സംഭവം എന്താണെന്ന് വെച്ചാൽ 4 മണിക്കൂർ ഈ ഒരേ ഇരിപ്പിരിക്കണം ഗൈസ്. അപ്പോൾ പോസ്റ്റാണ്, ഫോണിൽ ചാർജും ഇല്ല. നല്ല വിശന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ കൊണ്ടുവന്ന സ്നാക്സ് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ചൊന്ന് ഫ്രഷ് ആയിട്ടിരുന്നപ്പോഴത്തേക്കും തന്നെ കുറച്ച് ടൈം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് പോയ അത്രയും ചെവി വേദന എനിക്ക് ഇങ്ങോട്ട് ലാൻഡ് ചെയ്യുമ്പോഴോ എടുക്കുമ്പോഴോ ഇല്ലായിരുന്നു കേട്ടോ. ഒരു കുഴപ്പമില്ലായിരുന്നു. ചെവി അടഞ്ഞതല്ലാതെ ചെവിക്ക് വേദന വന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അതായിരുന്നു പേടിയുള്ള ഒരേ ഒരു സംഭവം. അപ്പോൾ ഗൈസ് ലാൻഡ് ചെയ്യേണ്ട സമയം ഇങ്ങനെ അടുത്തടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. നാട്ടിലാണെങ്കിൽ നല്ല മഴയും ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി അടുത്ത ടാസ്ക് ഇനി അവരെ തപ്പി പിടിക്കണം. അപ്പോൾ നമ്മൾ നേരെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇറങ്ങിയ ഉടനെ ഞാൻ ഫസ്റ്റ് ടോയ്ലറ്റ് നോക്കിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കാരണം ഫ്ലൈറ്റിൽ പോകാൻ മടിച്ചിരുന്നിരുന്ന് പോകാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകാമെന്നും പറഞ്ഞ് നമ്മൾ നേരെ ടോയ്ലറ്റിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നേരെ ഫ്രഷ് ആയിട്ട് നമ്മൾ ഇറങ്ങി. ഇനി എമിഗ്രേഷൻ കഴിഞ്ഞ് നമുക്ക് ലഗേജും എടുത്തിട്ട് വേണം പുറത്തോട്ട് ഇറങ്ങാൻ. അപ്പോൾ ഗൈസ് നമ്മൾ ലാൻഡ് ചെയ്ത് അങ്ങനെ നമ്മൾ കൊച്ചിയിലെത്തിയിരിക്കുന്ന. ഇനി ബാഗൊക്കെ കൊണ്ടെടുക്കണം. ബാഗ് ലഗേജ് പോയിട്ടെടുക്കണം തപ്പി. അപ്പോൾ ടോയ്ലറ്റിൽ പോയത് ഫ്രഷ് ആയി ഇനി ബാഗ് എടുത്ത് നേരെ പുറത്തോട്ട് ഇറങ്ങണം. അവരോട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. ബാബാ അങ്ങനെ നമ്മുടെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പോൾ നേരെ പുറത്തോട്ട് പോകുവാണ്. പുറത്താണെങ്കിൽ നല്ല മഴ പെയ്ത ലക്ഷണമുണ്ട്. എയർപോർട്ടിൽ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ വീട്ടുകാരെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ഗെയ്സ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഒന്ന് ഫുഡ് കഴിക്കണം. കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഇന്ന് വിഷു ആയതുകൊണ്ട് തന്നെ തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ റോഡിൽ അത്യാവശ്യം. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.